രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാവർക്കും നമസ്തേ. വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ ഭക്ത മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാന്റെ പുണ്യമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള കഥകളാണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി നമുക്ക് പറയാനുള്ളത് 16-ാം ദിവസത്തെ കഥയാണ്. ഭഗവാന്റെ അത്ഭുത ലീലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു, ആ ലക്ഷ്മണ ഉപദേശം കണ്ടു. ഭഗവാൻ എങ്ങനെയായിരിക്കണം മായയെ അതിജീവിച്ച്, അജ്ഞാനത്തെ അതിജീവിച്ച് എങ്ങനെയാണ് വിദ്യ ഉണ്ടാകുന്നത്, അവിദ്യയെ എങ്ങനെ ഒഴിവാക്കാം, ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാന്റെ ഉപദേശങ്ങൾ ആയിട്ട് കേട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കേണ്ട കഥ, ഇന്ന് വായിക്കുന്ന കഥ എന്ന് പറയുന്നത് ആ ശൂർപ്പണഖ ആഗമനാണ്. ശൂർപ്പണഖ വരുന്നതും രാമലക്ഷ്മണന്മാരെ കാണുന്നതും അവരോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതുമൊക്കെയാണ് ഇന്ന് പറയുന്ന രംഗങ്ങൾ. നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങനെ സൗമിത്രിയോട് കഥയൊക്കെ പറഞ്ഞു ഇരിക്കുന്ന ആ ഒരു സമയം, ഗൗതമി നദിയുടെ തീരത്ത് ആ ഒരു വലിയൊരു കാട്ടില് പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു ആ പഞ്ചവടി എന്ന് പറഞ്ഞ പ്രദേശത്ത് മനോഹരെ വളരെ ആ ഒരു സുന്ദരിയായ രീതിയിൽ സഞ്ചരിച്ചിടുന്ന ഒരു യാമിനീചാരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി. അതായത് യാമിനീചാരി, അതായത് രാക്ഷസി എന്നർത്ഥം. രാത്രിയിൽ ചരിക്കുന്നവളാണ് രാക്ഷസി. അങ്ങനെ ഈ യാമിനീചാരിയായിട്ടുള്ള രാക്ഷസിയായിട്ടുള്ള ജനസ്ഥാനവാസിനിയായിട്ടുള്ള, അതായത് നഗരത്തിലൊക്കെ ലങ്ക പോലുള്ള നഗരങ്ങളിൽ ഒക്കെ താമസിക്കുന്ന ആളാണ് കാമരൂപിണി. കാമരൂപിണി എന്ന് പറഞ്ഞാൽ ഇഷ്ടമനുസരിച്ച് വേഷം മാറാൻ പറ്റുന്ന ഒരാൾ. ഇപ്പോൾ ഒരു മാനിൻ്റെ രൂപം സ്വീകരിക്കണമെന്ന് വിചാരിച്ചാൽ മാനായിട്ട് രൂപം സ്വീകരിക്കാം. ഒരു സുന്ദരിയുടെ രൂപം സ്വീകരിക്കണമെന്ന് വിചാരിച്ചാൽ സുന്ദരിയുടെ രൂപമാകാം. രാക്ഷസിയുടെ രൂപം സ്വീകരിക്കണമെന്ന് വെച്ചാൽ രാക്ഷസിയുടെ രൂപമാകാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും ആ രൂപം മാറാൻ പറ്റും, അല്ലേ? രാക്ഷസന്മാർക്ക് അങ്ങനെ കുറേ സിദ്ധികളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടല്ലേ, ഇനി കാണാൻ പോകുന്നു. എന്താണ് മാരീചന്, അല്ലേ? പെട്ടെന്ന് മാനായിട്ട് വരും. ആ രാക്ഷസൻ പെട്ടെന്ന് മാനിൻ്റെ രൂപത്തിലേക്ക് മാറും. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് കാമരൂപിണിയാണ് ഈ ശൂർപ്പണഖ. അപ്പോൾ അങ്ങനെ ആ ശൂർപ്പണഖ ഒരു സുന്ദരിയുടെ വേഷത്തിൽ അങ്ങനെ വരികയാണ്. കണ്ടു കഴിഞ്ഞാൽ ആരും മോഹിച്ചു പോകുന്ന ഒരു സൗന്ദര്യത്തോടു കൂടിയാണ് വരുന്നത്. അങ്ങനെയാണ് ആ ഭഗവാന്റെ പാദസൗന്ദര്യം കണ്ട് മോഹിതയായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പാദത്തിൻ്റെ, ഭഗവാന്റെ ആ താമരപ്പൂവിൻ്റെ പോലുള്ള കാലുകളാണ് ഭഗവാന്റെ, അല്ലേ? അങ്ങനെ കൗതുകം ഉൾക്കൊണ്ടിട്ട് രാമാശ്രമമകം പുക്കാൾ ആ രാമാശ്രമത്തിലേക്ക് വന്നു. എന്നിട്ട് ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനപരം. അങ്ങനെ ആ ഭഗവാന്റെ ഒരു വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ ഭഗവാൻ ആ ജാനകിയോടും കൂടി വാണിയിടുന്ന ആ ഒരു സമയത്ത് മീനകേതന ബാണപീഡിതയായ ഏറ്റവും അവർക്ക് ആ ശൂർപ്പണഖയ്ക്ക് വളരെയധികം എന്താ പറയുക, അവർക്ക് ഒരു രാമനോടൊരു മദനമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ആ വളരെ സുന്ദരനായിട്ടിരിക്കുന്ന, വളരെ ഒരു ചെറു പുഞ്ചിയോട് കൂടി ഇരിക്കുന്ന ആ ഇന്ദിരാവരനായിട്ടുള്ള ആ ഭഗവാനോട് വളരെ പതുക്കെ ചെന്നിട്ട് ചോദിക്കുകയാണ്, ആരോടോ ഭവാൻ ചൊല്ലിയിട്, ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്, ആരുടെ പുത്രനാണ്, എന്താണ് ഇവിടെ വരുവാനുള്ള കാരണം എന്താണ്, എന്ത് കാരണമാണ് ഈ ജടാവൽക്രാദികളൊക്കെ ധരിച്ചിരിക്കുന്നത്, എന്താണ് ഈ താപസവേഷമൊക്കെ ധരിച്ചിരിക്കുന്നത്, അങ്ങ് ആരാണ്, എന്നോട് ആ സത്യമെല്ലാം അങ്ങ് പറയണം എന്നൊക്കെ പറയാണ്. ഇനി എൻ്റെ കാര്യം വേണമെങ്കിൽ ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറയാം.
അല്ലെങ്കിൽ പിന്നെ നീ എന്നോട് ചോദിക്കുമല്ലോ ഞാൻ ആരാന്ന്. എന്നിട്ട് പറയുകയാണ്, രാക്ഷസ രാവണ ഭഗിനി, രാക്ഷസ ഈശ്വരനായിട്ടുള്ള, രാക്ഷസന്മാരുടെ ഈശ്വരനായിട്ടുള്ള ആ രാവണൻ്റെ സഹോദരിയാണ് ഞാൻ ആഖ്യ. എൻ്റെ പേര് എന്ന് പറയുന്നത് ശൂർപ്പണഖ എന്നാണ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ രൂപം ധരിക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ എന്നൊക്കെ അങ്ങനെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ സഹോദരന്മാർ ആരാണെന്ന് അറിയാമോ? ഖരദോഷ തൃശ്ശിരാക്കളാണ്. അവർ വളരെ അതായത് ജനങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. അതായത് പട്ടണ നിവാസികളാണ് എന്നാണ് പറയുന്നത്. നഗരത്തിലൊക്കെ ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. രാവണൻ എൻ്റെ ജ്യേഷ്ഠനാണ്, ഖരദോഷ തൃശ്ശിരാക്കളെ എൻ്റെ സഹോദരന്മാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ വലിയ വലിയ സ്ഥാനത്ത് വലിയ വലിയ അസുരന്മാരാണ്. രാവണൻ എന്ന് പറഞ്ഞാൽ 3 ലോകവും പിറയ്ക്കുമോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ ഒരു സഹോദരിയാണെന്ന് പറയുമ്പോൾ രാമന് കുറച്ച് ബഹുമാനം തോന്നുന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും, നിന്നെ എനിക്കറിയില്ല നീ ആരാണെന്ന്, എന്നിട്ട് എന്നോട് നീ പരമാർത്ഥമൊക്കെ പറയണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനനായിട്ടുള്ള ദാശരഥി, രാമനെന്നല്ലോ നാമം ഞാൻ, അതായത് ദശരഥൻ്റെ പുത്രനായതുകൊണ്ട് ഞാൻ ദാശരഥി എന്നാണ് അറിയപ്പെടുന്നത് എന്ന് രാമൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. ദാശരഥി എന്ന് പറഞ്ഞാൽ എന്താണ്? ദശരഥൻ്റെ പുത്രൻ എന്നാണ്. ഞാൻ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള രാമൻ എന്നാണ് എൻ്റെ നാമം. ഇനി എൻ്റെ ഭാര്യയാണ് ഇവൾ ജനകാത്മജ, ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സീത എന്നാണ് ഇവളുടെ പേര്. ഇനി അല്ലയോ ധന്യേ, ഭ്രാതാവായ ലക്ഷ്മണൻ ഇവനടോ. ഇനി എൻ്റെ ഭ്രാതാവ്, എൻ്റെ സഹോദരനാണ് ലക്ഷ്മണൻ. ഈ കാണുന്ന ലക്ഷ്മണൻ എൻ്റെ സഹോദരനാണ്. ഇനി ഞാൻ എന്ത് കാര്യമാണ് നിനക്ക് ചെയ്തു തരേണ്ടത്? എന്നെക്കൊണ്ട് എന്ത് കാര്യമാണ് നിനക്കുള്ളത്? നിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നീ പറയൂ, നീ അതിന് മടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ നിശാചരി, ഈ രാക്ഷസി ഓർത്തു, രാമൻ എന്ത് വേണമെങ്കിലും അല്ല, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, നേരെ പച്ചയായിട്ട് ഓപ്പണായിട്ട് പറയുകയാണ്, എന്നോട് കൂടെ പോന്ന് നീ രമിച്ചു കൊള്ളണം. എൻ്റെ കൂടെ പോയി വന്ന് നീ രമിക്കണം. നിന്നെ പിരിഞ്ഞു പോവാൻ എനിക്ക് ശക്തി ഒട്ടും പോരാ. നിന്റെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നിന്നിൽ നിന്ന് പിരിയാൻ പറ്റുന്നില്ല രാമ. അതുകൊണ്ട് നീ എന്നെ പരിഗ്രഹിച്ചിടണം, മടിയാതെ നീ എന്നെ വിവാഹം കഴിക്കണം. അതിന് നീ യാതൊരുവിധ മടിയും കാണിക്കരുത്. അപ്പോൾ രാമന് യഥാർത്ഥത്തിൽ ഒരു ചിരിയാണ് വന്നത്. അപ്പോൾ രാമൻ ജാനകി തന്നെ കടാക്ഷിച്ചു. രാമൻ ജാനകിയെ ഒന്ന് നോക്കി. ഭർത്താവും ഭാര്യയും കൂടെ നിൽക്കുമ്പോഴാണ് മറ്റൊരു അന്യ സ്ത്രീ വന്നിട്ട് പറയണത്, നീ എൻ്റെ കൂടെ പോന്നു, എൻ്റെ കൂടെ വന്ന് രമിച്ചോളൂ. നിന്നെ പിരിഞ്ഞു പോകാനായിട്ട് എനിക്ക് ശക്തി പോരാ. അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്നെ പരിഗ്രഹിക്കാനായിട്ട്, എന്നെ വിവാഹം കഴിക്കാനായിട്ട് നീ ഒന്ന് മടിയൊന്നും വിചാരിക്കേണ്ട എന്ന് ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഭർത്താവിനോട് വേറൊരു സ്ത്രീ വന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ രാക്ഷസേശ്വരനായിട്ടുള്ള രാവണൻ്റെ സഹോദരിയാണ്, അതായത് ഞാൻ രാക്ഷസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സീതാതെ നോക്കി ഒന്ന് ചിരിച്ചു. രംഗം ഒന്ന് മനസ്സിൽ കാണുവാണെങ്കിൽ നമുക്കത് വളരെ ഒരു രസമായിട്ട് തോന്നും. ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചു, സീതയെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരി കൊണ്ടിട്ട് എന്നിട്ട് അവളോട് പറഞ്ഞു, ശൂർപ്പണഖയോട് പറയുകയാണ്, ഞാനിപ്പോൾ തപോധന വേഷവും ധരിച്ച് ഓരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ഞാനിപ്പോൾ ഒരു തപോധനനായിട്ട്, ഞാനിപ്പോൾ ഒരു ലൗകികമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു താപസ വേഷത്തിൽ കാടുകൾ തോറും ഇങ്ങനെ നടക്കുകയാണ്. മാത്രമല്ല ജാനകിയാകും ഇവൾ എന്നോട് പത്നിയല്ലോ. ഈ ജാനകി, ഈ ജനകൻ്റെ പുത്രിയായിട്ടുള്ള ജാനകി, അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ധർമ്മപത്നിയാണ്. അതുകൊണ്ട് അവളെ ഒരു കാലത്തും വെടിഞ്ഞിടരുത്. ഒന്നുകൊണ്ടും ഒരു കാരണവശാലും ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി ഈ ഭാര്യ ഇല്ലാത്ത ദുഃഖം വളരെ കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്മണൻ, എൻ്റെ അനുജൻ, മമ ഭ്രാത, എൻ്റെ സഹോദരൻ വളരെ സുന്ദരനാണ്, വളരെ കാണാൻ വളരെ മോഹനമായിട്ടുള്ള സ്വരൂപമുള്ളവനാണ്. നിന്നെ ആണെങ്കിലോ നീ ലക്ഷ്മി ദേവിക്ക് തന്നെ ഒക്കും. നീ എല്ലാം കൊണ്ടും നിന്നെ കാണാനും നീ വളരെ സുന്ദരിയാണ്. നീ ലക്ഷ്മി ദേവിയെ പോലെ തന്നെ
അതിന് അവന് ചേരുന്ന രീതിയിലുള്ള ഒരു രൂപമൊക്കെ ഉണ്ട് നിനക്ക് എന്ന് പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും ചേരും, നല്ല ഭംഗിയാണ് കാണാൻ. അത് മാത്രമല്ല സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും. അവനോടോ നിന്നെ കാണുമ്പോൾ അവന് നിന്നോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയും ചെയ്യും എന്ന് പറയുകയാണ്. ശരിക്കും രാമൻ അതൊരു കളിയാക്കിയാണ് പറഞ്ഞത്. പക്ഷെ അത് രാമൻ അത് പുറത്ത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്മണന്റെ സ്വഭാവം കൃത്യമായിട്ട് രാമൻ അറിയാം, അല്ലേ? പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ഈ ഒഴിയാബാധയായിട്ട് കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആർക്കും ദോഷമില്ലാത്ത ചില തമാശകളൊക്കെ പറയണത് പോലെ പറയും. പക്ഷെ ഇത് കേൾക്കുന്ന ആള് അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ അങ്ങനെ വിശ്വസിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ ഇത് ശരിക്കും കളിയാക്കിയാണ് പറഞ്ഞത്. ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് ഒരു ഭാര്യയുടെ മുമ്പ് വെച്ചിട്ട് ഒരു ഭർത്താവിനോട് ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടുന്ന രീതിയിൽ തന്നെയാണ് രാമൻ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണൻ്റെ അടുക്ക് ചെന്ന് പറയാണ്, നീ പെട്ടെന്ന് തന്നെ ചെന്ന് പറഞ്ഞോ, ലക്ഷ്മണൻ്റെ അടുക്ക് ചെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം സൗമിത്രി സമീപമായി പോയി. സൗമിത്രിയുടെ അടുത്ത് ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭർത്താവാകാൻ പറയുകയാണ്. എനിക്ക് ഇതുപോലെ നിന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഒരു ഭൂലോക സുന്ദരനാണ് രാമൻ്റെ അത്രയും സൗന്ദര്യമില്ലെങ്കിലും രാമന് ഏകദേശം ഒക്കെ തുല്യമായിട്ടുള്ള രീതിയിലുള്ള സൗന്ദര്യം ലക്ഷ്മണനുമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ ആണെങ്കിലും സുന്ദരനാണ്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മണനാണെങ്കിലും മതി എന്നുള്ള രീതിയിലാണ് ചെന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ലക്ഷ്മണനോട് ഇതുപോലെ തന്നെ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവാകാനായിട്ട് അപേക്ഷിക്കുവാണ്, ഒരു അപേക്ഷാഭാവത്തിലാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മണന് യഥാർത്ഥത്തിൽ ചിരി വന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ഒരു പരമാർത്ഥം ഞാൻ നിന്നോട് പറയാം. യഥാർത്ഥത്തിൽ മന്നവനായിട്ടുള്ള ഈ ഭഗവാന്റെ ഈ രാമൻ്റെ ദാസനാണ് ഞാൻ, ധന്യേ. പക്ഷേ നീ ദാസിയാവാൻ തക്കവളല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാമൻ്റെ ദാസനാണ്. പക്ഷേ ഞാൻ നിന്നെ വിവാഹം കഴിക്കുവാണെങ്കിൽ നീ രാമൻ്റെ ദാസിയായിട്ട് മാറും. പക്ഷേ നിനക്ക് അതിനുള്ള ഒരു ഒരു പ്രാപ്തിയോ അങ്ങനെയുള്ള ഒരു പക്വതയോ ഒന്നും നിനക്കില്ല. അതുകൊണ്ട് നീ ദാസിയാകാനായിട്ട് പറ്റുന്നവളല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാമനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്, ഈ കാട്ടിലെ രാമൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. രാമൻ്റെ വെറും ദാസനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ വിവാഹം കഴിച്ച് കാട്ടിൽ ജീവിക്കാൻ വന്ന് നിൻ്റെ കാര്യം കൂടെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് വരും. അതുകൊണ്ട് അതിന് ഞാൻ ഒരുക്കമല്ല. എനിക്ക് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെയും എൻ്റെ ജ്യേഷ്ഠത്തെ അമ്മയായിട്ടുള്ള എൻ്റെ അമ്മ തന്നെയായിട്ടുള്ള സീതയെയും പരിചരിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ രാമനോട് തന്നെ നിൻ്റെ കുലവും ശീലവും ആചാരങ്ങളും എല്ലാം നന്നായിട്ട് പറഞ്ഞോളാൻ പറയും. അപ്പോൾ ചിലപ്പോൾ രാമൻ മിക്കവാറും നിന്നെ അത് കേൾക്കുമ്പോൾ രാവണ സഹോദരി ആയതുകൊണ്ടും ചിലപ്പോൾ ഒരുപക്ഷെ നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കളിയാക്കുന്നതാണെന്നുള്ള അത് മനസ്സിലാവുന്നില്ല രാവണന്റെ ഈ ഒരു സഹോദരിക്ക്, ഈ ശൂർപ്പണഖയ്ക്ക്. അങ്ങനെ വീണ്ടും ചെന്ന് രാമനോട് പറയുകയാണ്, നീ എന്നെ പരിഗ്രഹിക്കണം, നീ എന്നെ വിവാഹം കഴിക്കണം. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നിനക്ക് മറ്റു ദോഷമൊന്നും വരുമൊന്നുമില്ല, നിനക്ക് മറ്റു സങ്കടമൊന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് നമുക്ക് വന ഗ്രാമദേശങ്ങൾ തോറും നമുക്ക് ഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്, പർവ്വതങ്ങളിലും വനങ്ങളിലും ഗ്രാമങ്ങളിലും അങ്ങനെ ഓരോ ദേശങ്ങൾ തോറും നിന്നോടുകൂടെ അല്ല ഞാൻ എന്നോടുകൂടെ നടന്ന് ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരും അനാരതം. നമുക്കെന്നിട്ട് പർവ്വതങ്ങളിലും വനപ്രദേശത്തിലും ഗ്രാമങ്ങളിലും ദേശങ്ങൾ തോറും നീ എൻ്റെ കൂടെ ചേർന്നിട്ട് എല്ലാ സുഖങ്ങളും നീ അനുഭവിക്കാം നിനക്ക് എൻ്റെ കൂടെ ചേർന്നാൽ എന്ന് പറയുകയാണ്. ഇത്തരം അവൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഉത്തരമായിട്ട് രാഘവൻ തിരുവടി പറയുകയാണ്, ഭഗവാൻ പറയുകയാണ്, ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവൾ ഉണ്ട് എനിക്കിപ്പോൾ. എഴുതി വെക്കേണ്ട, കൊത്തി വെക്കപ്പെടേണ്ട ഒരു വാചകമാണ് അല്ലേ? ഒരുത്തനായാൽ അവനരികെ ഒരുത്തി വേണം. ഇല്ല, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് ഇപ്പം തൽക്കാലത്തേക്ക് എനിക്ക് ഇവിടെ ഒരുത്തി ഉണ്ട്. അവനെ ശുശ്രൂഷിപ്പിക്കാനായിട്ട് ഒരുത്തി വേണം, അത് എനിക്ക് ഇവിടെ ഉണ്ട്, ഒരാളുണ്ട്. പിന്നെ ഒരുത്തെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ ഒരാൾ വേണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ്
എന്താ പറയുക, ലക്ഷ്മണൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ലക്ഷ്മണന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറയുകയാണ്. അപ്പോൾ ദൈവം കൂടെ ഒന്ന് വിചാരിക്കണം. അങ്ങനെയാണ് വരുത്തും ദൈവം ഒന്ന് കൊതിച്ചാലിനി, ദൈവം കൂടെ കൊതിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവൻ വരിക്കും, നിന്നെ അവൻ സ്വീകരിക്കും, നിന്നെ വിവാഹം കഴിക്കും. അതുകൊണ്ട് നീ വീണ്ടും നീ ലക്ഷ്മണനോട് ചെന്ന് പറയാൻ പറയാണ്. അപ്പോൾ രാമൻ എങ്ങനെയെങ്കിലും ഈ എന്താ പറയുക, ഈ ഇതൊന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം അല്ലേ. അതുകൊണ്ട് ഇതിനങ്ങനെ ഒഴിവാക്കി വിടുകയാണ്. വീണ്ടും ചെന്നിട്ട് ലക്ഷ്മണന്റെ അടുത്ത് ചെന്നിട്ട് അപേക്ഷിച്ചു, എന്നോട് ഇനി നീ എന്നെ വിവാഹം കഴിക്കുകയല്ലെന്ന് പറയരുത്, അതുകൊണ്ട് നീ എന്നെ വിവാഹം കഴിക്കണം വീണ്ടും പറയുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, സാധിക്കില്ല, എനിക്ക് നിന്നിൽ യാതൊരുവിധ ആകാംക്ഷയും തോന്നുന്നില്ല, അതുകൊണ്ട് വീണ്ടും രാമനടുക്ക് തന്നെ ചെന്ന് പറഞ്ഞോളാൻ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് വീണ്ടും രാഘവൻ്റെ, അതായത് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് വീണ്ടും അപേക്ഷിക്കുകയാണ്. എന്നിട്ടോ കാമവും ആശാഭംഗം കൊണ്ട് കോപവും അല്ലേ, പ്രേമവും ആലസ്യവും കൊണ്ട് രാക്ഷസിയായപ്പോൾ, അപ്പോഴെന്താ കാമം അല്ലേ, ഒരാഗ്രഹം വന്നു രാമനില്ലേ അല്ലേ, രാമനെ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ലക്ഷ്മണനടുക്കെ ചെന്നു, അതും അടുത്തൊരു കാമം അല്ലേ. അപ്പോൾ ഈ കാമം നടന്നില്ലെങ്കിൽ അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ക്രോധമുണ്ടാകുന്നത് അല്ലേ. ഇത് തന്നെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ, കാമത്തിൽ നിന്നാണ് ക്രോധമുണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചു, അത് നടന്നില്ല, അപ്പോൾ അതെന്തായിട്ട് മാറി, ക്രോധമായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യവും ആഗ്രഹിക്കാതിരിക്കുക, ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാമങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാമം ആണ് ഇവിടെ ശൂർപ്പണഖ ആഗ്രഹിച്ചത്. ചില സാഹിത്യകാരന്മാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, രാമനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒന്ന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ച ആ ശൂർപ്പണഖയുടെ എന്താ പറയുക, മൂക്കും ഒക്കെ ഈ ലക്ഷ്മണൻ മുറിച്ചു കളഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്നതൊരു തെറ്റൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ശൂർപ്പണഖ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള ആ രാക്ഷസിയുടെ രൂപമൊക്കെ സ്വീകരിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ആ അഞ്ജനാശൈലം പോലെ ഒരു കറുത്ത ഒരു എന്താ പറയുക, ഒരു പർവ്വതം പോലെ ഒരു ശരീരമൊക്കെ സ്വീകരിച്ചിട്ട് ആ ഘോരദംഷ്ട്രയൊക്കെ കൈക്കൊണ്ടു, കോമ്പലിലൊക്കെ ആ ദംഷ്ട്രങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് സീതാദേവിയോടടുത്തു. നേരെ സീതയെ കൊല്ലാനായിട്ട്, ഇവള് കാരണമാണ് ഇവർ രണ്ടുപേരും എന്നെ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ ഒരു പർവ്വതാകാരമായിട്ട് ഈ ശൂർപ്പണഖ ആ യഥാർത്ഥ രാക്ഷസിയുടെ രൂപത്തിൽ ശരീരം അങ്ങോട്ട് ഒരു ശൈലം പോലെ, ഒരു പർവ്വതം പോലെ വലുതാക്കിയിട്ട് തൻ്റെ ആ തേറ്റ പല്ലുകളൊക്കെ പുറത്തേക്കിട്ടുകൊണ്ട് സീതയുടെ നേരെ പാഞ്ഞെടുത്തു. ഇത് കണ്ടതും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണ എന്നുറക്കെ വിളിച്ചു. ഭഗവാൻ കുറച്ച് അകലെയാണ് നിന്നത്. അപ്പോൾ അത് കേട്ടതും ലക്ഷ്മണ എന്നൊരു വിളി കേട്ടാൽ പിന്നെ ലക്ഷ്മണന് രാമൻ്റെ ആജ്ഞയാണ്. ആ മരക്കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന ആയുധങ്ങളിൽ ഒരു വാളെടുത്ത് ഒരൊറ്റ വെട്ടിയത് കഴുത്തിനാണ് വെട്ടിയത്. പക്ഷേ ഇത് തെന്നി മാറി, അവരെ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് വലിയ മൂക്കും വലിയ ചെവിയും. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ സ്ഥലങ്ങൾ അരിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കിളിപ്പാട്ട് ഭാഗവതത്തിൽ അങ്ങനെ ആണ് എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛൻ. പക്ഷേ മാതൃത്വത്തിൻ്റെ സ്വരൂപമാണ് സ്ഥലങ്ങൾ, സ്ത്രീയുടെ സ്ഥലങ്ങൾ. അപ്പോൾ അത് ലക്ഷ്മണൻ അരിഞ്ഞിട്ടില്ല. ഇതിൻ്റെ വാൽമീകി രാമായണം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ലക്ഷ്മണൻ വെട്ടിയത് മൂക്കിനും ചെവിക്കുമാണ്. അതായത് ശരിക്കും ഇത്രയും വലിയൊരു രാക്ഷസയെ കൊല്ലാൻ വേണ്ടി തന്നെ കഴുത്തിന് തന്നെ വെട്ടിയതാണ്. പക്ഷെ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അവരുടെ മൂക്കും ചെവിയുടെ ഭാഗവും, വലിയ മൂക്കും വലിയ ചെവിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് മാത്രം മുറിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടതും ഇവർ ഘോരമായിട്ടുള്ള ഈ ശൂർപ്പണഖ ഘോരമായിട്ട് അലറിക്കൊണ്ട്, ഇവരുടെ അലർച്ച കേട്ടപ്പോൾ തന്നെ, ഈ ദുഷ്ടരാക്ഷസിയുടെ അലർച്ച കേട്ടപ്പോൾ തന്നെ ലോകം മുഴുവൻ മാറ്റൊലി കൊണ്ടു എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് കാരണം. അപ്പോൾ അവർ അങ്ങനെ ചെന്ന് പറഞ്ഞത്, ഇഷ്ടമാണെന്ന് പറഞ്ഞതോ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതോ അതൊന്നും തെറ്റല്ല, അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ സീതയെ വധിക്കാനായിട്ട് വരുന്ന സമയത്താണ്
ഈ മൂക്കും ചെവിയൊക്കെ മുറിക്കേണ്ടതായിട്ട് വന്നത്. അല്ലാതെ വെറുതെ ചെന്നിഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ രാമായണത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, രാമനെ ഇകഴ്ത്തി കാണിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ചില സാഹിത്യകാരന്മാരൊക്കെ വലിയ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കാനും അതിന് ഹിന്ദുക്കളെ പോലുള്ള ആൾക്കാരൊക്കെ പോയി അവരടുത്ത് പോയി ഇരിക്കാനും കൈയടിക്കാനും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവർക്കും അറിയാം സത്യം ഇതൊന്നുമല്ല, സത്യമായിട്ടുള്ളത് അവർക്കും അറിയാം. പക്ഷേ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അല്ലേ, ഇവിടെ ഹിന്ദു പുരാണങ്ങളെയും ഹിന്ദു ദേവന്മാരെയൊക്കെ അധിക്ഷേപിക്കുന്നതിലൂടെ തങ്ങൾക്ക് ചില അവാർഡുകളും കാര്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, കിട്ടുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹിന്ദു ദേവന്മാരെയും ദേവതമാരെയൊക്കെ ഈ അപമാനം തുടർച്ചയായിട്ട് ചില സാഹിത്യകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയും ഒരു മതത്തിൽപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു കാര്യവും തുറന്നു പറയാനുള്ള നട്ടല്ലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഒരു ഓർമ്മ മാത്രമേ കാണുകയുള്ളൂ അല്ലേ. മറ്റ് അന്യ മതവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സെമറ്റിക് മതങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഭിത്തിയിൽ ഒരു പടം മാത്രമേ കാണുകയുള്ളൂ അല്ലേ. ഇപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി 4-5 വഴി വരും അരുവിയാറു പോലെ. അപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടി ധാരാളം ചോരയൊക്കെ ഒലിപ്പിച്ച് അങ്ങനെ ഓടുകയാണ്. അങ്ങനെ ആ ഘോരയായിട്ടുള്ള നിശാചരി വേഗം ഓടി. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, രാവണൻ്റെ വരവുണ്ടിനി എന്ന് ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ പറയുകയാണ്, ലക്ഷ്മണനോട് പറയുകയാണ്. അങ്ങനെ രാക്ഷസ പ്രവരനായിരുന്ന ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്ത് മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശുകരൻ. അപ്പോൾ കരൻ ചോദിക്കുകയാണ്, മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയുന്ന സഹോദരിയോട് ചോദിക്കുകയാണ്, മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര, അതായത് നിന്നെ ഈ മരണത്തിൻ്റെ വക്കിൽ ചെന്ന് എത്തിച്ചത് ആരാണ്, നീ എന്നോട് പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ശൂർപ്പണഖ വന്ന് കരഞ്ഞ് മുഖമൊക്കെ ഊർത്ത് ഗദ്ഗദകണ്ഠയായിട്ട് വളരെ പേടിയോടുകൂടി പറയുകയാണ്, മനുഷ്യന്മാരാണ് ദശരഥപുത്രന്മാരിരുവരും, അവര് ദശരഥന്റെ പുത്രന്മാരാണ്, 2 പേരുണ്ട്, ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. ഉണ്ടോ, ഉത്തമ ഗുണവാന്മാരാണ്. വെട്ട് കിട്ടിയിട്ടുകൂടി രാമനെയും ലക്ഷ്മണനെയും കുറിച്ച് ഇവിടെ ശൂർപ്പണഖ പറയുന്ന വാക്യങ്ങൾ നമ്മുടെ സാഹിത്യകാരന്മാരൊന്ന് കേൾക്കേണ്ടതാണ് അല്ലേ. കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി ഇവർ ഉത്തമ ഗുണവാന്മാരാണെന്ന്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ, രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമം, ഒരു കാമിനിയുണ്ട് കൂടെ സീത എന്നവൾക്ക് പേര്. രാമലക്ഷ്മണന്മാരെന്നാണ് അവരുടെ പേര്, അവരുടെ കൂടെ ഒരു സുന്ദരിയുണ്ട്, സീത എന്നാണ് അവളുടെ പേര് എന്ന് പറയുകയാണ്. അഗ്രജൻ നിയോഗത്താലു ഉഗ്രനാം അപരജൻ ഖഡ്ഗേന ഛേദിച്ചതുമൽ കുജാതികളെല്ലാം. ശൂരനായിടും നീ നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാർ എനിക്കിപ്പോൾ. എന്താണ്, അവൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതുകൊണ്ട് അനുജൻ വാളെടുത്തിട്ട് എൻ്റെ മുക്കും സ്ഥലങ്ങളും എല്ലാം മുറിച്ചു കളഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ അതുകൊണ്ട് ശൂരനായിരുന്ന വീരനായിരിക്കുന്ന നീ അവരെ പോയിട്ട് കൊന്നിട്ട് ആ ചോര എനിക്ക് നൽകണം, എന്നാലേ എൻ്റെ ദാഹമൊക്കെ തീരുകയുള്ളൂ എന്ന് പറയുകയാണ്. മാത്രമല്ല അവരുടെ ചോര മാത്രം പോരാ, എനിക്ക് പച്ചമാംസവും തിന്ന് രക്തവും പാനം ചെയ്യൽ ഇച്ഛ വന്നിടും മമ നിശ്ചയം അറിഞ്ഞാലും എനിക്ക് അവരുടെ ആ മാംസവും തിന്നണം, രക്തവും കൂടെ കുടിക്കണം, എന്നാലേ എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാവൂ. ഇത് കേട്ടതും തൻ്റെ സഹോദരിയുടെ ഈ വിലാപം കേട്ടതും ഖരൻ എന്ത് ചെയ്തു, കോപത്തോടെ പറയുകയാണ്, ഈ ദുർനയം ഏറെയുള്ള മാനുഷ അധമന്മാരെ കൊന്ന് ഭഗിനിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു 14 പേർ പോക നിങ്ങൾ. ഉടനെ ഇപ്പോഴത്തെ കാലത്താണ് നമുക്ക് പറയാം കൊട്ടേഷൻ ടീം എന്ന് പറയാം അല്ലേ. പറഞ്ഞു അന്ന് ഖരൻ്റെ ആൾക്കാരോട്, അന്നത്തെ രൂക്ഷന്മാരായിട്ടുള്ള രാക്ഷസന്മാരോട് പറഞ്ഞു,
എൻ്റെ ഭഗിനിക്ക്, എൻ്റെ സഹോദരിക്ക് ആ മാനുഷ അധർമ്മന്മാരെ കൊന്നിട്ട് കൊണ്ടുവരൂ, എന്നിട്ട് എൻ്റെ സഹോദരിക്ക് അവരെ ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ 14 പേര് എത്രയും പെട്ടെന്ന് പോകാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ്, അവർക്കറിയില്ലല്ലോ അവരെ, അതുകൊണ്ട് നീ കൂടെ ചെന്നിട്ട് അവരെ കാണിച്ചു കൊടുക്കണം. നിനക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നീ വിചാരിക്കുന്നത് പോലെ തന്നെ, മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഉന്നതന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയൊക്കെ ഖരൻ അവരുടെ കൂടെ പറഞ്ഞയച്ചു. എന്നിട്ട് ധാരാളം ആയുധങ്ങൾ, ശൂലം, മുൽക്കരം, മുസലാദി, ചാപം, അങ്ങനെ ധാരാളം ആയുധങ്ങൾ, വാള്, പരിച, ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. അമ്പും വില്ലും എല്ലാം ഉണ്ട്, കുന്തം. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് ഇവരിങ്ങനെ യുദ്ധസന്നദ്ധന്മാരായി അടുത്തത് നേരം. അപ്പോൾ ഇവരിങ്ങനെ വധിക്കാനായിട്ട് വരികയാണ്. ബദ്ധവൈരേണ 14 ഒരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. ഇവരെന്ത് ചെയ്തു? ഇവരെല്ലാവരും കൂടി ശസ്ത്രൗഘം, ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങി. മിത്രഗോത്രോദ്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളെ അയച്ചു. ഒരു ശസ്ത്രൗഘം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ എന്ത് ചെയ്തു? അത് ഭഗവാൻ എന്ത് ചെയ്തു? അത് ഓരോരുത്തരുടെയും ബാണങ്ങൾ, ഭഗവാൻ ഓരോരോ ബാണങ്ങൾ കൊണ്ട് അത് ഓരോന്നും തടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരെയും ഭഗവാന്റെ ബാണങ്ങൾ കൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ വധിച്ചു. ഇത് കൂടെ കണ്ടപ്പോഴത്തേക്കും ശൂർപ്പണഖയ്ക്ക് കണ്ട് പേടിച്ച് എന്താ പറയുക, കണ്ണിൽ നിന്ന് ശൂർപ്പണഖ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് കരയുന്നത്. അതും മനുഷ്യരുടെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും. 3 ലോകം ഒരു അലർച്ച കേൾക്കുമ്പോൾ മാറ്റല് കൊള്ളുന്നതാണ്. വീണ് അലറിപ്പോയി. അങ്ങനെ അലറിക്കൊണ്ട് വീണ്ടും ഓടി വരികയാണ്. അപ്പോൾ ഖരൻ ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ കൂടെ വന്ന 14 പേര് എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അത് അവർ രാമൻ്റെ അസ്ത്രമേറ്റ് തെക്കോട്ട് അവർ പോയാറ്. ഇനി അവർ തിരികെ വരികില്ല. അവരെല്ലാവരും തിരികെ പോയി എന്ന് പറയുകയാണ്. അവരെല്ലാവരും മരിച്ചുപോയി എന്ന് പറയുകയാണ്. ഇത് കേട്ടതും ഖരൻ എന്ത് ചെയ്തു? വളരെ കോപത്തോടു കൂടി പറയുകയാണ്, പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അഗ്രജൻ തൃശിരസും. പറയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ ഖരനും ദൂഷണനും ഖരൻ പറയാണ്, ദൂഷണനും തൃശിരസും കൂടി എൻ്റെ കൂടെ വരട്ടെ എന്നിട്ട് പറയാണ്. എന്നിട്ട് കൂടെയോ 14,000 ദുഷ്ടരാക്ഷസന്മാരും കൂടെ വരട്ടെ രാമലക്ഷ്മണന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ 14,000 പേരുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നു. രാക്ഷസ പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം. അപ്പം ഇവരുടെ വന്ന ഈ 14,000 പേരും കൂടെ വരുമ്പോഴത്തേക്കും ആരും ഒച്ചയൊന്നും എടുക്കാതെ വരികയൊന്നുമില്ല അല്ലേ. അലറിക്കൊണ്ട് ആയുധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടിച്ചുകൊണ്ട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ നമ്മോട് യുദ്ധത്തിന് വരുന്ന രക്ഷോബലം. അപ്പോൾ ബ്രഹ്മാണ്ടം നടുങ്ങുമാറാണ് അവരുടെ ശബ്ദഘോഷങ്ങളൊക്കെ കേട്ടത്. അപ്പോൾ രാമന് മനസ്സിലായി, രാക്ഷസപ്പട ഇപ്പം എൻ്റെ അടുക്ക യുദ്ധത്തിന് വരികയാണ് എന്ന് മനസ്സിലായി. എന്നിട്ട് പറയാണ്, ഘോരമായിരിപ്പോൾ ഒരു യുദ്ധവും ഉണ്ടാം ഇപ്പോൾ, ധീരതയോടും അത്ര നീ ഒരു കാര്യം വേണം. ഇപ്പോൾ വലിയൊരു യുദ്ധം ഇവിടെ നടക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഇവരെ എതിർക്കാൻ ഞാൻ ഒരാൾ മതി. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. മൈഥിലി, അവള് സീതാദേവി ഇതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ പേടിക്കും. അതുകൊണ്ട് നീ ഒരു ഗുഹയിൽ കൊണ്ടുപോയി സീതാദേവിയെ അവിടെ വെച്ച് സംരക്ഷിച്ചുള്ളൂ. ഞാൻ ഒരാൾ മതി ഇവരെ എതിർക്കാനായിട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഒരുത്തനെ പോരും, ഇവരൊക്കെ കൊല്ലാനായിട്ട് ഞാൻ ധാരാളം മതി. അതുകൊണ്ട് ഈ സീതയ്ക്ക് ഇത് കണ്ടപ്പോൾ പേടിയാകും. അവളിതൊന്നും കണ്ടിട്ടില്ലല്ലോ, യുദ്ധമൊന്നും, രാക്ഷസന്മാരെ ഒന്നും കണ്ടിട്ടില്ല. അത് 14,000 പേര് വരുന്നുണ്ട്. അതുകൊണ്ട് നീ സീതയെ ഒരു ഗുഹയിലാക്കി സംരക്ഷിക്കൂ ലക്ഷ്മണ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇനി മറ്റൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നീ സീതാദേവിയെ രക്ഷിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ആ ലക്ഷ്മി ദേവിയെയും കൊണ്ട് ലക്ഷ്മണൻ തൊഴുത് ഗുഹയുടെ അകത്ത് പ്രവേശിച്ചു. ഇവിടെ രാമൻ ആദ്യമേ ഖരൻ എന്ന് പറയുന്ന ഒരു
അസുരനെ വധിക്കുന്നു. അങ്ങനെ അവർ വളരെ ഘോരമായിട്ടുള്ളൊരു യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ഖരനെയും ദൂഷണനെയും അതുപോലെ തന്നെ ത്രിശിരസിനെയും ഭഗവാൻ 3.25 നാഴിക കൊണ്ട് ഇവരെ മൂന്ന് അസുരന്മാരെയും ഘോരന്മാരായിട്ടുള്ള അസുരന്മാരെയും വധിച്ചു. മാത്രമല്ല 14,000 പേരെയും ദുഷ്ടന്മാരായിട്ടുള്ള 14,000 പേരെയും ഭഗവാൻ വധിച്ചു. അപ്പോൾ ആ മരിച്ച നിശാചരന്മാർ, ആ രാക്ഷസന്മാർ 14,000 ധരിച്ചോരല്ലോ ദിവ്യവിഗ്രഹം. അതു നേരം അവരെന്ത് ചെയ്തു? അവര് ആ ദിവ്യവിഗ്രഹം, ആ ദിവ്യരൂപം അവർക്ക് കിട്ടി. ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചത് കൊണ്ട് അവർക്ക് ഈ രാക്ഷസന്റെ ശരീരമൊക്കെ മാറി നല്ല കോമളാകൃതി പോണ്ട ഒരു രൂപം കിട്ടി. മാത്രമല്ല അവർക്ക് ജ്ഞാനം ലഭിച്ചതു. രാഘവൻ പക്കൽ നിന്നും മാനസേ പുനരേവരും അതുനേരം. എല്ലാവർക്കും നല്ല ജ്ഞാനവും ഉണ്ടായി, മോക്ഷവും കിട്ടി. അപ്പോൾ അവരെ രാമനെ പ്രദക്ഷിണം ചെയ്തിട്ട് നമസ്കരിച്ച് കൂപ്പി സ്തുതിക്കുകയാണ്. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ, നമസ്തേ പാപഹരം സേവകാഭീഷ്ടപ്രദം, സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു എന്ന് പറഞ്ഞ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്തുതി അവർ അവിടെ ഭഗവാന്റെ മുമ്പിൽ വച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ മഹാദേവനോടത് മൂലം ഓർത്ത് അരുൾ ചെയ്തു പരമേശ്വരനും അതുനേരം യാമിനീചരന്മാരായി ജനിക്കുക. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾക്ക് ആ ഒരു ഭേദം ഉണ്ടായി. സംസാരത്തിൽ അങ്ങനെ ഒരു ഭേദമുണ്ടായപ്പോൾ ആ മഹാദേവൻ്റെ ഞങ്ങളെ രാക്ഷസദേഹന്മാരാ നിങ്ങളെ ഛേദിച്ചെന്ന് മോക്ഷവും തന്നിടുവാനില്ല സംശയമെന്നും. അപ്പോൾ അങ്ങനെ ആ ഒരു ഭേദം നിങ്ങൾക്ക് മാറിക്കിട്ടാനായിട്ട് നിങ്ങൾ രാക്ഷസന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ച് നിങ്ങളെ രാമൻ വധിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനം ഒക്കെ നീങ്ങും എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ്, രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചന്നു മോക്ഷവും തന്നിടുവാനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി. അങ്ങനെ ആ മഹാദേവനായതും ആ ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് പറയാണ്, അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യണം, എന്നിട്ട് മോക്ഷം നൽകണം. ആനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ. ആ ഭഗവാനെ അവിടുന്ന് ഞങ്ങൾക്ക് ആനന്ദസ്വരൂപനാണ് ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾക്ക് മോക്ഷവും നൽകണം. അപ്പോൾ ഭഗവാൻ അവരുടെ അപേക്ഷ കേട്ട് അവരോട് ഭഗവാന്റെ ഒരു പുഞ്ചിരിയുണ്ട് അല്ലേ, അത് എല്ലാ അവതാരത്തിലും ഭഗവാന്റെ ആ ഒരു പുഞ്ചിരിയുണ്ട്. ഭഗവാൻ അവരോട് പറയുകയാണ്, ഈ ശരീരത്തിനും മനസ്സിനും പ്രാണനും അഹങ്കാരത്തിനും, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഒരു ഭാവം, ഒക്കവേ സാക്ഷിഭൂതനായത് പരമാത്മാ. ഇതിനൊക്കെ സാക്ഷിയാണ് പരമാത്മാ. ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ഭഗവാൻ ആത്മതത്വം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കൊക്കെ മീതെ ഇതിനൊക്കെ സാക്ഷിയാണ് അല്ലെ ഈ പരബ്രഹ്മം. സച്ചിദാനന്ദമാണ്, സത്ത് ചിത്ത് ആനന്ദമാണ്. എപ്പോഴും ഹൃദയത്തിൽ ആനന്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്ത് ഞാനെന്ന് ആരാണെന്നുള്ളൊരു ഭാവം മാറിക്കഴിഞ്ഞാൽ, പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സച്ചിദാനന്ദമാണ് പരമാത്മാവിൻ്റെ സ്വരൂപം തന്നെ. പരബ്രഹ്മം അല്ലെ, എല്ലാത്തിനും സാക്ഷിയായിട്ട് ആ പരബ്രഹ്മ സ്വരൂപനായിട്ട് ഭഗവാനാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത്. ബാല്യ കൗമാരാദികളാഗമാവായികളാം കാല്യാദി ഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും. ബാല്യത്തിനും കൗമാരത്തിനും അല്ലേ, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ജര അല്ലേ, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പരമാത്മാവ്, പരബ്രഹ്മം ആനന്ദാത്മകം, പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ബാല്യമുണ്ടാകുമ്പോഴും കൗമാരമുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ യൗവനമുണ്ടാകുമ്പോഴും ഒക്കെ ഒരേ പരമാത്മാവ് തന്നെയാണ് ഉള്ളിലിരിക്കുന്നത് അല്ലേ. അല്ലെ, ബാല്യമുണ്ടാകുമ്പോൾ പരമാത്മാവ് ബാലനായിട്ടും, അതുപോലെ തന്നെ യൗവനവും ഉണ്ടാകുമ്പോൾ യൗവനാവസ്ഥയിലും, ജര വരുമ്പോഴത്തേക്കും എഴുതാക്കാൻ വരാതെ ഇരിക്കുന്നതും,
അതുപോലെ തന്നെ മരിക്കുമ്പോൾ ആത്മാവ് മരിച്ചു പോകുന്നുമില്ല, അല്ലേ? ഇത് ഓരോരോ ഭേദങ്ങളനുസരിച്ച് ശരീരത്തിന് ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്നുള്ള ആ ഒരു ഭാവം, അല്ലെങ്കിൽ ആ ഞാൻ എന്നുള്ള ആ ഒരു എന്താ പറയുക, പരമാത്മ സ്വരൂപത്തിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അത് പറയുകയാണ്, പരമാത്മാവ് പരബ്രഹ്മം ആനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യവും വന്നുകൂടും. അങ്ങനെ ആ പരമാത്മാവിനെ അറിഞ്ഞിട്ട് ആ പരബ്രഹ്മത്തിനെ ധ്യാനിക്കുമ്പോൾ എന്താണ്, ആ മോക്ഷവും വരും. ഈ വണ്ണം ഉപദേശം ചെയ്തു. അങ്ങനെ ഭഗവാൻ അവർക്ക് ഉപദേശം കൊടുത്തു, അങ്ങനെ മോക്ഷം നൽകി. എന്നിട്ടോ രാഘവൻ 3.25 നാഴിക കൊണ്ട് കൊന്നാൻ വേഗേന 14,000 രക്ഷോബലം. സൗമിത്രി സീതാദേവിയെ തന്നോടും കൂടി വന്ന് രാമചന്ദ്രനെ വീണ് നമസ്കാരവും ചെയ്ത. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സീതാദേവിയുമായിട്ട് വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങനെ ആ വിദേഹാത്മജ ആ ഭർത്താവിനെ കണ്ടപ്പോഴത്തേക്കും സന്തോഷമായി. എന്നിട്ടോ ആ ദേവിയുടെ കൈകൾ കൊണ്ട് എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഇതൊക്കെ വന്നു, അല്ലേ? യുദ്ധം ചെയ്യുമ്പോൾ ചെറിയ പാടൊക്കെ വരും. അതൊക്കെ ദേവി അതൊക്കെ ശുശ്രൂഷിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ രാക്ഷസന്മാർ വീണ് കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ വളരെ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. രാവണന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തരുളിയിടാൻ പറയാണ്. തൻ്റെ അനന്തനാണ്, അല്ലേ? തൻ്റെ എന്താ പറയുക, പാലാഴിയിൽ അനന്തൻ്റെ മുകളിലാണ് ഭഗവാൻ പള്ളി കൊള്ളുന്നത്. ആ ഭഗവാൻ പറയുകയാണ്, ലക്ഷ്മണ ഇനി രാവണൻ്റെ വരവുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ, ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഖരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോട് അറിയിച്ചു നീ വരികെന്നു പാപനാശനൻ അരുൾ ചെയ്ത യച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധരന്മാരോട് ചൊന്നാന മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. അപ്പം എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? ലക്ഷ്മണ നീ വൈകാതെ ചെന്ന് മുനിവരന്മാരോട് ചൊല്ലണം, അല്ലേ? ഖരദൂഷണ തൃശിരാക്കളും അവര് സിദ്ധിയെ പ്രാപിച്ചതും അവർക്ക് മോക്ഷം കൊടുത്തതും മറ്റെയോ 14,000 പേരെ രാക്ഷസന്മാരെ ഞാൻ വധിച്ചു എന്നുള്ള കാര്യവും നീ ആരോട് ചെന്ന് പറയണം? മുനിമാരോട് ചെന്ന് പറയണം. എന്താണ് മുനിമാരോട് ചെന്ന് പറയാനുള്ള കാരണം പറഞ്ഞത്? ഈ ഋഷിമാര് എല്ലാവരും ഭഗവാനോട് പറഞ്ഞായിരുന്നു, അല്ലേ? ഒരു ആശ്രമത്തില് ആ മുനിമണ്ഡല സമാഗമത്തില് ഒരു ആശ്രമത്തിൽ ചെന്നപ്പോഴത്തേക്ക് എന്താണ്, മനുഷ്യൻ്റെ തലയുടെ അസ്ഥികൂടവും ശരീരത്തിൻ്റെ അസ്ഥികൂടവും തലയോട്ടിയൊക്കെ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ ഭഗവാൻ വളരെ ദുഃഖം തോന്നി. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നുണ്ട് അവരോട്, വളരെ വികാരപരമായ രംഗങ്ങളാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവിടുത്തെ ദുഷ്ടരാക്ഷസന്മാർ ഞങ്ങളെ പിടിച്ച് ഭക്ഷിക്കുന്നതാണ് ഭഗവാനെ. ഭക്ഷിച്ചതിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അസ്ഥിയും തലയോട്ടിയും ഒക്കെയാണ് ഞങ്ങളെ പോലെയുള്ള ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഭഗവാനെ സേവിക്കാനായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ വരുന്ന ഞങ്ങളെ പോലെയുള്ള മഹർഷിമാരുടെ അസ്ഥികൂടങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ ദുഷ്ടരാക്ഷസന്മാരെ മുഴുവൻ വധിച്ചതിന് ശേഷം മാത്രമേ രാമൻ ഈ കാട് വിട്ട് പുറത്തു പോവുകയുള്ളൂ എന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് സത്യമാക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങോട്ട് പോയി തേടി ഇവരെയൊന്നും കൊല്ലേണ്ടി വന്നില്ല. ഇവരെ ഇങ്ങോട്ട് തന്നെ വന്നു. ഭഗവാൻ എന്ത് ചെയ്തു? 14,000 പേരെയും ഭഗവാൻ വധിച്ചു എന്നുള്ള വൃത്താന്തം ആ മഹർഷിമാരെ അറിയിക്കാൻ അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ലക്ഷ്മണൻ അവിടെ ചെന്നു ആ മുനിജനങ്ങളോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് 3 പേർക്കും ഇത് അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിയിടാൻ. അപ്പോൾ ലക്ഷ്മണൻ്റെ കയ്യിൽ എന്ത് കൊടുത്തു? അവർക്ക് സന്തോഷമായി, അല്ലേ? അവരുടെ കയ്യിലൊരു അങ്കുലീയം കൊടുത്തു, പിന്നെ ഒരു ചൂടാരത്നവും പിന്നെ ഒരു കവചവും കൊടുത്തു. അതൊക്കെ ലക്ഷ്മണൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ലക്ഷ്മണന് അവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ച് തൊഴുതിയിടാൻ ഭക്തിയോടെ. അപ്പോൾ തൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണൻ ആ ഭഗവാന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭക്തിയോടുകൂടി തൊഴുത് പറയുകയാണ്. അപ്പോൾ ആ അങ്കുലീയം എടുത്തിട്ട് എന്ത് ചെയ്തു? അംബുജ വിലോചന അങ്കുലിതന്മേലിട്ട് ചൂടാരത്നവും, എന്താണ് ആ ചൂടാരത്നവും മൈഥിലി തനിക്ക് നൽകിയിടാൻ കവചവും ഭ്രാതാവ് തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. അപ്പം എന്ത് ചെയ്തു? അങ്കുലിയവും എടുത്ത് സീതയ്ക്ക് കൊടുത്തു. പിന്നെയോ ചൂടാരത്നം, ഇതൊക്കെ സ്ത്രീകൾ ചൂടുന്നതാണ്.
ചൂടാരത്നവും അതുപോലെ തന്നെ അങ്കുലീയം അതും സീതയ്ക്ക് കൊടുത്തിട്ട് ആ കവചം എന്ത് ചെയ്തു? ഭ്രാതാവായിട്ടുള്ള ലക്ഷ്മണനും കൊടുത്തു. എന്താ പറയുക, ആ കവചം ധരിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിലൊന്നും പെട്ടെന്നൊന്നും മുറിവൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് ആ കവചം തൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണന് ഭഗവാൻ കൊടുക്കുന്നത്. അടുത്തതായിട്ട് ശൂർപ്പണഖ വിലാപമാണ്. ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. രാവണ ഭഗിനിയായി അങ്ങനെ ആരോധനം ചെയ്തുകൊണ്ട് രാവണൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു വലിയൊരു അഞ്ജനാശൈലം പോലെ അല്ലെ, കറുത്ത ഒരു ശില, ഒരു പർവ്വതം ഓടി വരുന്നത് പോലെ ശൂർപ്പണഖ രാക്ഷസ രാജന് മുമ്പിലേക്ക് വീണ് അലമുറയിട്ട് കരയുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ സ്ഥലങ്ങളും മൂക്കും കാതും കൂടാതെ ചോരയും ഒക്കെ ഇതിലൊക്കെ ചോര വരികയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി വത്സേ, നിനക്ക് എന്താണ് പറ്റിയത്, എന്താണ് സത്യം എന്നോട് നീ എന്നോട് പറയാം, നിൻ്റെയൊക്കെ ഇങ്ങനെ വൈരൂപ്യം വരാനുള്ള കാരണം എന്താണെന്ന് എന്നോട് പറയാണ്. എന്നിട്ട് പറയണം, ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ ആരാണെങ്കിലും ശരി നിന്നോട് ഈ ദുഷ്കൃതം ചെയ്തവനെ ഞാൻ കൊല്ലും എന്ന് പറയാണ്. നീ സത്യം എന്നോട് പറയൂ എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, സ്ത്രീജിതൻ അതിഷഠൻ എന്തറിയുന്നു, നീ ഇങ്ങനെ എപ്പോഴും നിന്നെ ആരാണ് രാജാവെന്ന് വിളിക്കുന്നത്, നീ വെറുതെ സ്ത്രീകൾക്ക് അടിമയല്ലേ, നീ വെറുതെ ഷഠനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സഹോദരനെ അങ്ങോട്ട് നന്നായിട്ട് മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുകയാണ്. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം, ചാരന്മാര് അവരുടെ ഈ രാജ്യത്തിന് എന്തെല്ലാം നടക്കണം എന്നുള്ള കാര്യം നീ ചാരന്മാരെ വിട്ട് വല്ലതും അറിയുന്നുണ്ടോ? മാത്രമല്ല എപ്പോഴും നാരീസേവയും ചെയ്ത് കിടന്നീടനെല്ലായ്പ്പോഴും നീ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് രമിച്ചുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും കിടന്നോളൂ. രാവണ, ഈ രാജ്യത്ത് എന്തെല്ലാമാണ് നടക്കുന്നത്, നിന്റെ ചാരന്മാർ ഒന്ന് പറയുന്നൊന്നും നീ ശ്രദ്ധിക്കുന്നില്ലേ, നീ അറിഞ്ഞില്ലേ? ഖരദോഷ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. ഖരദോഷ തൃശിരാക്കള് അവർ 3 പേരും ലോകകണ്ടകന്മാരായിട്ടുള്ള രാക്ഷസന്മാരാണ്. ഖരനും ദൂഷണനും തൃശിരസും. ഇവരെ വധിക്കുക എന്ന് പറയുന്നത് ഒരാളെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെയുള്ള ഈ ദുഷ്ടരാക്ഷസന്മാരെ മാത്രമല്ല, കൂട്ടമേ 14,000 മുടിഞ്ഞതു. അവരുടെ കൂടെ വന്ന അവർ മാത്രമല്ല, അവരുടെ കൂടെ വന്ന 14,000 രാക്ഷസന്മാരും രാമൻ വധിച്ചു. വെറും 3.25 നാഴിക കൊണ്ട്. ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ രാവണ? അപ്പം ദശാനനൻ ചോദിക്കുകയാണ്. എന്നത് കേട്ട് ചോദിച്ചിട്ടുണ്ടാകും ദശാനൻ, എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതും. അപ്പോൾ രാമൻ ആണ് കൊന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ആരാണ്, രാമനോ അതാരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ഇവരെയൊക്കെ കൊന്നത് എന്ന് നീ പറയൂ എന്ന് പറയാണ്. അപ്പോൾ സോദരി അത് കേട്ടിട്ട് പറയുകയാണ്, നീ കേൾക്കൂ, പരമാർത്ഥം കേൾക്കൂ. ഞാനൊരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഗൗതമി നദിയുടെ തീരത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ പഞ്ചവടി, അതിൻ്റെ തീരത്തുള്ള പഞ്ചവടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, ആ ഒരു കാട്ടിൽ ഞാൻ എത്തി. അങ്ങനെ ആശ്രമത്തിങ്കിൽ തത്ര രാമനെ കണ്ടേൻ. അങ്ങനെയാണ് ഞാൻ ഈ രാമനെ ആദ്യമായിട്ട് കാണുന്നത്. രാവണ ജഗദാശ്രയഭൂതൻ, അവനെ കണ്ടു കഴിഞ്ഞാൽ ആ ഈ ജഗത്തിൻ്റെ മുഴുവൻ കാരണക്കാരനാണ്, അല്ലെങ്കിൽ ഈ ജഗത്തിൻ്റെ മുഴുവൻ ആശ്രയിക്കാൻ ഈ രാമൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. ജടാവൽക്കലങ്ങളും പൂണ്ടു, ജടയും വൽക്കലങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. എന്തൊരു തേജസ്സാണ്, എന്തൊരു കാന്തിയാണ്. ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും. പക്ഷേ താപസവേഷമൊക്കെ ആണെങ്കിലും കയ്യിൽ വില്ലും അമ്പും ഒക്കെ ധരിച്ചിട്ട് വളരെ തേജസ്സോടും ചൈതന്യത്തോടും കൂടിയിരിക്കുന്ന, മാത്രമല്ല ധർമ്മതാരങ്ങളോടും, അവന് ആരാണ്, ഭാര്യയൊക്കെ ഉണ്ട്, സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി. അങ്ങനെ അവനവിടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ആ ശ്രീരാമൻ്റെ അടുത്ത് ഒരു സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, ആ സ്ത്രീയെ കണ്ടാലോ, അതുപോലൊരു സ്ത്രീ മറ്റില്ലല്ലോ ലോകത്തിങ്കൽ, നാരികൾ അവണ്ണം അതുപോലൊരു പെണ്ണിനെ ഈ ലോകത്തിൽ
ഞാൻ കണ്ടിട്ടില്ല, എത്ര സുന്ദരിയാണ്. ദേവസ്ത്രീകൾ പോലും അവളുടെ മുമ്പിൽ നാണിച്ചു നിൽക്കും. ഗന്ധർവ സ്ത്രീകള് അവളുടെ മുമ്പിൽ അടുത്തു പോലും വരില്ല. നാഗമാനുഷ നാരിമാരില്ല, ഏവം കാണുവാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇതുപോലൊരു പെണ്ണിനെ, ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല രാവണ എന്ന് പറയുകയാണ്. ഇന്ദിരാദേവി താനും ഗൗരിയും, ഇന്ദിരാദേവി ആ ഇന്ദിരാദേവിയും മാത്രമോ ഗൗരി ആ പാർവതി ദേവി, വാണിമാതും ഇന്ദ്രാണിതാനും, അതുപോലെ ആ വാണിമാതാവും ആ ഇന്ദ്രന്റെ ഭാര്യയുള്ള ഇന്ദ്രാണിയും മറ്റുള്ള അപ്സര സ്ത്രീ വർഗവും, ഇവരൊക്കെ ഈ അപ്സര സ്ത്രീകളൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത്, ഇതുപോലെ ഒരു സുന്ദരിയുടെ മുമ്പിൽ ഇവരൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് അവരൊക്കെ നാണം പൂണ്ട് വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ചു കളയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണിത്. അവള് ഒരു ദേവതയെ പോലെയാണ് അവൾ ഇരിക്കുന്നത്. തൽപതിയാകും പുരുഷന് ജഗൽപതി എന്ന് കൽപ്പിക്കാം, വികല്പമില്ല അല്പവും അതിനിപ്പോൾ. ഇനി അവളുടെ ആ പുരുഷൻ, അവളുടെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാലോ ഈ ജഗത്തിന്റെ മുഴുവൻ പതിയാന്ന് നമുക്ക് കൽപ്പിക്കാം, നമുക്ക് ഉറപ്പിക്കാം. വികല്പവുമില്ല അതിനിപ്പോൾ, അതിനകത്ത് യാതൊരു വികല്പവുമില്ല. ആ പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ, അവളുടെ ഭർത്താവായിട്ടുള്ള ആ രാമനെ കണ്ടു കഴിഞ്ഞാൽ ഈ ജഗത്തിന്റെ മുഴുവൻ പതിയാണെന്ന് തോന്നും രാവണ എന്ന് പറയുകയാണ്. നോക്കിക്കുക, ഇപ്പോഴും ബഹുമാനം, ദേഷ്യമുണ്ട് അല്ലെ, വെറുപ്പുണ്ട്. ആ രാമനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ശരീരം അത് ഭക്ഷിക്കണം, രാമനെ കൊന്ന് അല്ലെ ആ രക്തം എനിക്ക് പാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സ്ത്രീ പറയണം. നോക്കിക്കേ, അവനെ കണ്ടു കഴിഞ്ഞാലോ ഈ ജഗത്തിന്റെ പതിയാണെന്ന് തോന്നും, ഈ പ്രപഞ്ചത്തിന്റെ പതിയാണ് എന്ന് തോന്നും. പക്ഷേ പത്നി അവൻ്റെ ആ ഒരു ഭാര്യ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ ആ ഒരു നാരീരത്നം, അവള് നിന്റെ പത്നി ആയിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അതൊന്ന് ഞാൻ ചെന്ന് ചോദിച്ചു. എനിക്കൊരു സഹോദരനുണ്ട്, രാവണൻ എന്നാണ് പേര്. അതുകൊണ്ട് ഈ സ്ത്രീയെ എൻ്റെ കൂടെ വിട്ടേക്കുമോ, രാവണന് വിവാഹം കഴിക്കാനായിട്ട്, എൻ്റെ സഹോദരന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചെന്ന് ചോദിച്ചതേ ഉള്ളൂ, രാവണ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് അവര് എന്നെ ഈ രീതിയിൽ എൻ്റെ മൂക്കും സ്തനങ്ങളും ഒക്കെ മുറിച്ചു കളഞ്ഞത് എന്ന് പറയുകയാണ്. അതും കോപത്തോടെ, രാഘവ നിയോഗത്താൽ, ആ രാമൻ്റെ നിയോഗത്താലാണ് ആ ലക്ഷ്മണൻ, അവൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ വൃത്താന്തമൊക്കെ ഞാൻ കരനോട് ചെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് നക്തഞ്ജനന്മാർ ഒരു പട വേഷത്തോടു കൂടി അവിടെ ചെന്നു. അങ്ങനെ ഒരു 14,000 പേരെയും 3.25 നാഴിക കൊണ്ട് അവൻ ഒടുക്കിനാൻ. അവൻ എന്ത് ചെയ്തു? 3.25 നാഴികയെ വേണ്ടി വന്നുള്ളൂ രാമന് ഈ 14,000 പേരെയും കൊല്ലാനായിട്ട്. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം, അവനോട് പിണങ്ങിയാലുണ്ടല്ലോ ഈ വിശ്വം, ഈ പ്രപഞ്ചം മുഴുവൻ അവൻ ഭസ്മമാക്കി കളയും. അത്ര വീര്യമാണ്, അത്ര ശൗര്യമാണ്, അത്ര തേജസ്സാണ്, അത്ര കാന്തിയാണ് രാമന്. എത്ര ഒരു ക്ഷണം മതി അവനോട് പിണങ്ങിക്കഴിഞ്ഞാൽ ഈ വിശ്വം മുഴുവൻ അവൻ ഇല്ലാണ്ടാക്കാൻ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ ഒന്നും ആലോചിച്ച, ഒരു ശത്രുവാണെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെ ആ ഒരു പരാക്രമം, വിക്രമം കണ്ടു കഴിഞ്ഞാൽ ആർക്കും അത്ഭുതം തോന്നും എന്ന് പറയാണ്. കന്നൽ നേർ മിഴിയാളാം ജാനകി ദേവി, ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. രാവണ, നിന്റെ ജന്മസാഫല്യം വരണമെങ്കിൽ ആ സീത, ആ ജാനകി ഇവിടെ നിന്റെ ഭാര്യയായിട്ട് വരണം, അപ്പോഴേ നിനക്ക് ജന്മസാഫല്യമൊക്കെ ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞ് ആ രാവണനെ അങ്ങോട്ട് ആ സീതയുടെ സൗന്ദര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ മോഹിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, രാവണ, ഞാനുള്ള സത്യം പറയാം, രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ. രാമനോട് ഒറ്റയ്ക്ക് എതിർത്ത് നിന്ന് തോൽപ്പിക്കാനുള്ള ആ ഒരു ശക്തിയൊന്നും നിനക്കില്ല രാവണ. കാര്യം നീ 3 ലോകങ്ങളെയൊക്കെ ജയിച്ചവനായിരിക്കും. നിന്റെ പുരികക്കൊടികളൊന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ലോകപാലന്മാർ പോലും ചിലപ്പോൾ വിറയ്ക്കുമായിരിക്കും. പക്ഷേ ഞാൻ കണ്ട ആ രാമനോട് നിനക്ക് ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഒന്നും നിനക്കില്ല രാവണ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, മായ കൊണ്ട് ബാലന്മാരെ, അതായത് നീ നേരെ അങ്ങോട്ട് ചെന്ന്, നിൻ്റെയൊക്കെ ഒരു ധാരണയുണ്ട് നീ വലിയ ശക്തനാണ്, വീരനാണ്, ശൂരനാണെന്നൊക്കെ.
നീ നേരെ അങ്ങോട്ട് ചെന്ന് സീതയെ കൊണ്ടിങ്ങ് പോരാം എന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ബാലകന്മാര് എന്ത് ചെയ്യും? ബാലകന്മാരാണ് അവര്, പക്ഷേ അവര് നിന്റെ പൊടി പോലും കാണിക്കുകയില്ല. നീ പെട്ടെന്ന് തിരിച്ച് യമപുരത്തിലേക്ക് പോകേണ്ടി വരും, യമപുരിയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് നീ മായ കൊണ്ട് ഈ ബാലന്മാരെ എന്ത് ചെയ്യണം? അവരെ അവിടുന്ന് അകറ്റണം. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യണം? ആ മോഹനഗാത്രിയെ തന്നെ കൊണ്ടുപോരുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സീതയെ, ആ മോഹനഗാത്രിയെ നീ ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുപോരണം. അപ്പോൾ ഐഡിയയും പറഞ്ഞു കൊടുത്തു അല്ലേ? അപ്പോൾ അങ്ങനെ ആ സോദരിയുടെ വചനങ്ങളൊക്കെ കേട്ട ശേഷം അദ്ദേഹം, ഈ രാവണൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ സീത തങ്ങളുടെ മണിയറയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അതോ ആ വന്ന കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഉറക്കം പോലും വന്നില്ല. ഈ രാവണന് ഉറക്കം പോലും വന്നില്ല. എന്നിട്ട് വീണ്ടും അപ്പോഴാണ് മറ്റൊരു സംശയം അദ്ദേഹത്തിന് മനസ്സിൽ വരുന്നത്. അപ്പോൾ രാവണനൊരു അത്ഭുതം തോന്നുകയാണ്. സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യനെ കൊണ്ട് 3.25 നാഴിക നേരം കൊണ്ട് ഈ ശക്തന്മാരായിട്ടുള്ള ഈ നക്തഞ്ചല പ്രവരന്മാരെ, ഖരനെയും ദൂഷണയും തൃശ്ശിരാക്കളെയും, അതുപോലെ തന്നെ അതായത് ഇതെല്ലാം രാവണൻ്റെ സഹോദരന്മാരാണ്, ഇവരെയും പിന്നെ 14,000 പേരെയും ഒരുമിച്ച് ഈ ഇത്രയും സമയം കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ വധിക്കുക എന്ന് പറയുന്നത് അതൊരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. രാവണൻ്റെ ഒരു ബുദ്ധി, അതുകൊണ്ടാണ് രാവണന് 10 തലയുണ്ടെന്ന് പറയുന്നത് അല്ലേ? രാവണൻ ചിന്തിച്ചു, ഇതൊരു സാധാരണ ഒരു വ്യക്തിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പറയുകയാണ്, വ്യക്തം മനുഷ്യനല്ല രാമൻ എന്നത് നൂനം. ഉറപ്പാണ് രാമൻ മനുഷ്യനല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്നിട്ടോ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനാണ് പത്മേക്ഷണൻ, മുക്തിദാനൈകമൂർത്തി, മുകുന്ദൻ, മുക്തിപ്രിയൻ. ഇത് മോക്ഷം കൊടുക്കുന്ന, അതുകൊണ്ടാണ് മുകുന്ദൻ എന്നുള്ള പേര് ഭഗവാൻ വന്നത്. മുക്തിപ്രിയനായിട്ടുള്ള മുക്തിദാനൈകമൂർത്തി, മുക്തിദാനം ചെയ്യുന്ന ആ ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ധാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണം ഇന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. പണ്ട് ആ ധാതാവ്, അതായത് ആ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത് കാരണം ഭൂമിയിൽ രഘുകുലത്തിൽ മനുഷ്യനായിട്ട് പിറന്നിരിക്കുകയാണ് ഭഗവാൻ. എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ട് വന്നാനെങ്കിലോ ചെന്നുര വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അപ്പോൾ എന്നെ കൊല്ലുവാനായിട്ട് വന്നതാണെങ്കിൽ കൊള്ളാം, എനിക്ക് പോയി വൈകുണ്ഠരാജ്യത്തിൽ ഇനി അവിടെ പോയി താമസിക്കാം. അല്ലെങ്കിലോ രാമൻ എന്നെ വധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യം. എന്നാൽ അല്ലലില്ല ഒന്നുകൊണ്ടും മനസ്സ് നിരൂപിച്ചാൽ. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ രാമൻ എന്നെ വധിച്ചില്ലെങ്കിൽ എന്നും ഞാൻ ഈ രാക്ഷസന്മാരുടെ ഇടയിൽ കിടന്നിട്ട് ഇവിടെ ഈ എല്ലാ അല്ലലുമായിട്ട് ഇവിടെ കഴിയേണ്ടി വരും. അഥവാ രാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ എനിക്ക് വൈകുണ്ഠരാജ്യത്തിൽ തിരിച്ച് വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ഒപ്പം പോയി കഴിയാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിന് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും യുദ്ധമാത്മനി ചിന്തിച്ചുറച്ച് രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ. അപ്പോൾ ഇത് ഒക്കെ ഓർത്തപ്പോൾ ഈ രാവണന് യഥാർത്ഥത്തിൽ ആനന്ദമാണ് ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ കല്യാണപ്രദനാണ്, മംഗളങ്ങൾ പ്രദാനം ചെയ്യുന്ന രാമനോട് എതിർക്കുന്നതിനോട് ഞാൻ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, എനിക്ക് രാമനോട് ഏറ്റു മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വൈകുണ്ഠത്തിൽ രാമൻ്റെ ഒപ്പം കഴിയാം, ആ മഹാവിഷ്ണുവിൻ്റെ ഒപ്പം കഴിയാം. സാക്ഷാ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞഥ രാക്ഷസപ്രവരനും പൂർവ്വ വൃത്താന്തമോർത്താൽ. അപ്പോൾ സാക്ഷാൽ ആ ഭഗവാൻ തന്നെ, ആദിനാരായണനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് രാമനാണെന്നറിഞ്ഞത. അപ്പോൾ ആ രാക്ഷസപ്രവരനും എന്ത് ചെയ്തു, പണ്ട് 3 ജന്മങ്ങളിലേക്ക് നീ അസുരനായി ജനിക്കണം എന്ന സനകാദി മഹർഷിമാരുടെ ആ ഒരു ശാപവൃത്താന്തം അദ്ദേഹം ഓർത്തു, അല്ലെങ്കിൽ ആ ഒരു പൂർവ്വവൃത്താന്തം ഈ രാവണൻ ഓർത്തു. എന്നിട്ട് പറയുകയാണ്, അന്ന് ഇവർക്ക് ശാപം കിട്ടിയ സമയത്ത് ഭഗവാൻ അവർക്കൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? നിങ്ങൾ അസുരന്മാരായിട്ടാണല്ലോ 3 ജന്മം അസുരന്മാരായിട്ടാണല്ലോ ജനിക്കുന്നത്. പക്ഷേ അതിൽ നിങ്ങൾ വിദ്വേഷ ബുദ്ധിയ എന്നോട് എതിർക്കുന്ന രീതിയിൽ
സംരംഭയോഗ ഭക്തി എന്ന് പറയും. അതായത് എന്നെ എതിർത്ത് എന്നെ ശത്രുവായിട്ട് കാണുന്ന രീതിയിൽ നിങ്ങൾ എന്നെ ഭജിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ജന്മം കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മോക്ഷം നൽകുന്നതാണ് എന്ന് ഭഗവാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ രാമനായിട്ട് വന്നിരിക്കുന്ന സാധാരണക്കാരനല്ല, അത് പണ്ട് ധാതാവ് അതായത് ആ ബ്രഹ്മദേവൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്നെ ഇവിടെ രാമനായിട്ട് വന്നിരിക്കുന്നതാണ്. അത് തന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഭജിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എത്ര ജന്മം കഴിഞ്ഞാലും ഒരു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഈ കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളൊക്കെ നീങ്ങി വരുമ്പോൾ കാലങ്ങൾ എത്രയോ ജന്മങ്ങളെടുക്കും. പക്ഷേ ഞാൻ എപ്പോഴും വിദ്വേഷ ബുദ്ധിയാൽ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ തിരുരൂപം എപ്പോഴും എൻ്റെ ഉള്ളിൽ കാണും. ദേഷബുദ്ധിയോടുകൂടി ആണെങ്കിലും ശത്രുവിൻ്റെ രൂപത്തിലാണെങ്കിലും ഭഗവാനെ ഞാൻ എപ്പോഴും ഭജിക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ രാവണന് ഒരു ആനന്ദമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ വിദ്വേഷബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ എന്നാണ്. അതായത് എന്നെ വിദ്വേഷബുദ്ധി കൊണ്ട് മാത്രമേ രാമൻ എന്നിൽ പ്രസാദിക്കുകയുള്ളൂ, ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കുകയില്ല അഖിലേശൻ. ഞാനിവിടെ ഭക്തിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എന്നിൽ പ്രസാദിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ രാമനെ വിദ്വേഷബുദ്ധിയിൽ തന്നെ രാമനോട് എതിർത്ത് അവസാനം ഞാൻ വൈകുണ്ഠത്തിലെത്തും എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു ഉറച്ച ഒരു വേറെ രീതിയിലുള്ളൊരു ഭക്തി, വിദ്വേഷ രീതിയിലുള്ളൊരു ഭക്തിയിൽ രാവണൻ മുന്നോട്ട് പോവുകയാണ്. അടുത്ത രാവണ മാരീച സംഭാഷണമാണ്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു. ഹരിഹി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ.